ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പതിവ് പോലെ ഞാൻ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. അതുപോലൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും. രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം തയ്യാറാക്കിയ ശേഷം എനിക്ക് കടയിൽ വരെ ഒന്ന് പോകണം. കടയിൽ തന്നെയല്ല, വില്ലേജിലും പോകണം, പഞ്ചായത്തിലും പോകണം. അവിടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ധൃതി വെച്ച് രാവിലത്തെയും ഉച്ചക്കത്തെയും ഏതാണ്ടൊക്കെ ആഹാരം ഒന്ന് തട്ടിക്കൂട്ടിയ ശേഷം പോകാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ ഇന്നലെ തുടങ്ങിയ മഴയാണ്. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും നമ്മുടെ ജോലികൾ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ആ ജോലികളൊക്കെ ചെയ്തു തീർക്കേണ്ടതല്ലേ. നമ്മുടെ ജോലിയിലേക്ക് പോകാം. കുറച്ച് മീൻ വാങ്ങിച്ചിരുന്നു, അതായത് 1/2 കിലോ മോത. അതൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുകയാണ്. പച്ചക്കപ്പ വേവിക്കാനാണ് ഞാൻ അരിഞ്ഞടുപ്പത്തോട്ട് ഇട്ടിരുന്നത്. അത് വെന്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു അരപ്പ് ഞാൻ തയ്യാറാക്കിയെടുത്തു. ഇടികല്ലിലാണ് ഇന്ന് അരപ്പ് ഇടിച്ച് ചതച്ചെടുത്തത്. പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചേർത്താണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ടേ, അത് മറന്നുപോയതാണ്. മീൻ കഷ്ണങ്ങളൊക്കെ ഉപ്പിട്ട് നന്നായി കഴുകി ക്ലീനാക്കിയ ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് കടുക്, ഉലുവ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം സാധാരണ മുളക് പൊടി, പിരിയമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൂടെ ഉപ്പും പുളിയും കൂടെ ചേർത്ത വെള്ളവും കൂടെ ഒഴിച്ച്, കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് അരപ്പ് തിളച്ചപ്പോൾ നമ്മുടെ മീൻ കഷ്ണവും ഇട്ട് വേവിച്ചെടുത്തു. വെന്ത് നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് വാങ്ങി വയ്ക്കുക. അതവിടെ ഇരുന്ന് തന്നെ ഒന്നുകൂടെ നല്ലതായിട്ട് വറ്റിക്കോളും. തണുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് കേടാകാതിരിക്കുന്നതിന് വേണ്ടി രാവിലെയും വൈകിട്ടും ചൂടാക്കിയാൽ 6-7 ദിവസം വരെയും യാതൊരു കേടും കൂടാതെ ഈ മീൻ കറി ഇരിക്കും. നമ്മുടെ അടുത്ത ജോലിയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയി, വില്ലേജിൽ പോകുന്ന വഴിയാണ് ഈ കാണുന്നതൊക്കെയും. കാർമേഘം കൊണ്ട് മൂടിയ ആകാശവും പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയും കണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇത്. ഈ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിറയെ പച്ചപ്പാണ്, നിറയെ പച്ചപ്പ്. അതുപോലെ തന്നെ കോടമഞ്ഞാണെങ്കിൽ നമ്മുടെ തലയെ മുട്ടും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന്. ഈ സമയം സ്വല്പം മഴയൊന്ന് മാറി നിൽക്കുകയാണ്. ഏത് സമയവും മഴ വന്ന് വീഴാം, ആ പരുവത്തിലാണ് അന്തരീക്ഷം. ഞങ്ങൾ വില്ലേജിലെ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തു. തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര മഴ പെയ്തിരുന്നു. പിന്നെ പഞ്ചായത്തിൽ കയറി അവിടുത്തേതും ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷം കടയിൽ കയറണം. കടയിൽ കയറി ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോഴെല്ലാം ഭയങ്കര മഴയാണ്. മഴയ്ക്ക് യാതൊരു ശമനവും വന്നിട്ടില്ല. മഴ തോരാതെ പെയ്യുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു മഴയൊന്ന് തോരട്ടെന്ന് വിചാരിച്ച്. അതാണ് കാണുന്നത്. കുറേ മുളക് വാങ്ങിച്ചു. അതൊരു 4 കിലോ മുളകോളം വാങ്ങിച്ചു. കഴുകി ഒന്ന് ഉണക്കാനൊന്നും നിർവാഹമില്ല. വെയിൽ കണ്ടിട്ട് വേണമല്ലോ ഒന്ന് ഉണക്കാൻ. അത് പിരിയമുളകാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ എരിവ് വലിയ കാര്യത്തിൽ ഇഷ്ടമല്ല. കൂടുതൽ യൂസ് ചെയ്യുന്നത് പിരിയമുളകാണ്. പിന്നെ
എൻ്റെ ചേച്ചിയുടെ മോൾക്ക് കുറച്ച് റിങ്സ് കമ്മൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഏത് വേണം, ഏത് ഇഷ്ടപ്പെട്ട എന്ന് പറയാനെ കൊണ്ടാണ് എടുക്കുന്നത്. മോളിവിടെ ഇല്ല, മോള് അമേരിക്കയിലാണ്. അപ്പോൾ അവൾ ആഗസ്റ്റിലേക്ക് വരും. അപ്പോൾ അവൾക്ക് വേണ്ടി ഈ കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിച്ച് വെക്കണമെന്ന് മോള് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ കടയിൽ കയറിയത്. പക്ഷേ പിന്നെ ഈ കമ്മലുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. ഇനി ഏത് മോൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ കമ്മലുകളുടെയും മറ്റുള്ള ആഭരണങ്ങളുടെയും കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് വീഡിയോകളൊക്കെ എടുത്ത് മോൾക്ക് അയച്ചു കൊടുക്കാൻ എടുത്തതാണ്. അപ്പോൾ ഞാനോർത്തു ഈ വീഡിയോ ഞാൻ ഇവിടെയും ഇടാം. നിങ്ങൾക്കും ഈ കമ്മലുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? അവൾക്ക് റിങ്സ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്, ചെറിയ റിങ്സ് വേണോ വലിയ റിങ്സ് വേണോ ഒന്നും അറിയില്ലല്ലോ. അപ്പോഴേ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക്. അതുപോലെ തന്നെ വള വേണമെന്ന് പറഞ്ഞു, കല്ല് വെച്ച വള വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കെട്ട് വളകളാണ് കടക്കാരൻ എടുത്തിട്ടത്. ഏത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കേണ്ട. അപ്പം പിന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കല്ല് വെച്ച വളകൾ കണ്ടാൽ നല്ല ഭംഗി തോന്നും. മൊത്തം കൂടെ വാരി എടുത്തുകൊണ്ട് പോരാൻ തോന്നും. എന്തിനാണ് സ്വർണം വാങ്ങിക്കുന്നത്? അയ്യോ, ഞാൻ ഓർത്തു എന്തോ ഒരു ആഭരണ ശേഖരമാണ് ആ കടയിലുള്ളത്. അപ്പോൾ ഈ കടയിൽ ഭയങ്കര തെള്ളാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്കൊരു സാധനങ്ങൾ മേടിച്ച് നോക്കാനൊന്നും നമുക്ക് നേരമില്ല, അതിന് തക്കോലെ തിരക്കാണ്. അപ്പോഴും ഞാൻ ഓർക്കുകയും ചെയ്തു, ഓരോരുത്തരുടെയും കൈകളിലും കാലുകളിലും ഒക്കെ കിടക്കുന്നത് ഈ ഇമിറ്റേഷൻ ആഭരണങ്ങളാണല്ലോ എന്ന് ഓർത്തുപോയി. അപ്പോൾ ആളുകളെ കണ്ട് അത്രയ്ക്ക് ആളുകൾ തിക്കും തിരക്കുമാണ് ആ ആഭരണക്കടയിൽ. പിന്നെ നമ്മൾ കുറച്ച് ആഭരണങ്ങളൊക്കെ കണ്ടു, അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് മോൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അതിൻ്റെ മറുപടി വരുന്നതനുസരിച്ച് അതിൽ 1 2 3 വാങ്ങിക്കും. ഇപ്പോൾ ഇതിനാണെങ്കിലും നല്ല വിലയല്ലേ, ഭയങ്കര വിലയാണ്. സ്വർണത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് ഇതിനും അവർ വില കൂട്ടിയെടുക്കും. അപ്പോഴേ ആ ഒരു വളയ്ക്കാണെങ്കിൽ 150 രൂപയാണ് ഒരു വളയ്ക്കെന്ന് പറയുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കൊച്ചു കുട്ടികൾ, അതായത് ടീനേജ് പ്രായം തൊട്ട് യുവതികൾക്കൊക്കെ നല്ല, മധ്യവയസ്കരായതും അതിന് മുകളിലോട്ടുള്ള പ്രായക്കാർക്ക് അത്ര നല്ലതല്ല ഈ വളകളൊന്നും കേട്ടോ. അതായത് കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതാണ്. അതായത് ചേച്ചിയുടെ മോളെ പോലുള്ള കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അവൾ വേണമെന്ന് പറഞ്ഞു. അവൾക്കാണെങ്കിൽ ഈ കട മൊത്തം കൂടെ വാങ്ങിച്ചെടുക്കാം. അതായത് അവർക്ക് കിട്ടുന്ന 1 മാസത്തെ സാലറി മതി ഇതിൻ്റെ അകത്ത് ഇതെല്ലാം വാങ്ങിച്ചെടുക്കാൻ. അപ്പോഴും എന്തെങ്കിലും ഓരോ ജോഡി വീതം വാങ്ങിച്ച് വയ്ക്കാം, അതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും, ഇതെല്ലാം ഓരോ ജോഡി വീതം വാങ്ങിച്ച് വെച്ചേരെ ചെറിയമ്മയെന്ന് പറയും. പക്ഷേ ഞാൻ എല്ലാം അയച്ചു കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇവർ ഈ സ്വർണ്ണാഭരണങ്ങളും പോട്ടെ ഇമിറ്റേഷൻ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. പക്ഷെ നല്ല ചിലവാണ് ഈ കടയ്ക്ക്, ഭയങ്കര ചിലവാണ്. ഒരു തമിഴന്മാരുടെ കടയാണിത്, നല്ല ചിലവാണ്. അപ്പോഴേ അങ്ങനെ ഞങ്ങൾ ഈ ആഭരണങ്ങളും ഒക്കെ വാങ്ങി, കടയിലെ സാധനങ്ങളും ഒക്കെ വാങ്ങി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും മഴ ഒരു ശകലവും ശമിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് മീൻ വാങ്ങി, പിന്നെ അമ്മയ്ക്ക് ഗുളിക വാങ്ങി. പിന്നെ ഇനിയും ഗുളികയെന്നും പറഞ്ഞ് ഇറങ്ങണ്ടല്ലോ. അപ്പോൾ ഒരു ട്രിപ്പിന് പോകുമ്പം ഗുളികയും എല്ലാം വാങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ച് മെഡിക്കൽ സ്റ്റോറിലും പോയി ഗുളികയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ പോരുന്നത്. ഞങ്ങളെ അങ്ങോട്ട് മോൻ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് അങ്ങ് വീട്ടിലോട്ട് ഇങ്ങ് പോന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചാണ് പോരുന്നത്. അപ്പോഴേ ആ വീഡിയോ കാണാം. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുവാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലൊക്കെയുള്ള വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വീണ്ടും വരാം. തുടർന്നുള്ള വീഡിയോയുടെ നിങ്ങൾ കാണുക. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. വീഡിയോയിലേക്ക്
ബാക്കിയുള്ള വീഡിയോയുടെ കണ്ടു നോക്കൂ.